أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن نشأ ننزل عليهم من السماء آية فظلت أعناقهم لها خاضعين وما يأتيهم من ذكر من الرحمن محدث إلا كانوا عنه معرضين فقد كذبوا فسيأتيهم أنباء ما كانوا به يستهزئون. صدق الله العظيم. സൂറ അശ്ശുഅറ 4, 5, 6. ഇന്നശ നാം ഉദ്ദേശിക്കുന്നുവെങ്കിൽ, നുനസ്സിൽ നാം ഇറക്കും, അലൈഹിം അവർക്കുമേൽ, മിനസ്സമായി ആകാശത്ത് നിന്ന്, ആയത്തൻ ഒരു ആയത്തിനെ, ഫളല്ലത്ത് അങ്ങനെ ആയിത്തീരും, അഅ്നാഖുഹും അവരുടെ പിരടികൾ, ലഹാ ഖാദിഈൻ അതിന് കീഴ്പ്പെട്ടവരായ അവസ്ഥയിൽ, വമാ യഅ്തീഹിം അവർക്ക് വരുന്നില്ല, മിൻ ദിക്രിൻ യാതൊരു ഉത്ബോധനവും, മിനർ റഹ്മാനി റഹ്മാനിൽ നിന്ന്, മുഹ്ദസിൻ പുതുതായിട്ട്, ഇല്ലാ കാനൂ അൻഹു മുഅ്രിദീൻ അവർ അതിനെ അവഗണിക്കുന്നവരായിട്ടല്ലാതെ, ഫഖദ് കസ്സബൂ അവർ തള്ളിപ്പറഞ്ഞിരിക്കുന്നു, അല്ലെങ്കിൽ കളവാക്കിയിരിക്കുന്നു, ഫസയഅ്തീഹിം അടുത്തു തന്നെ, എന്നാൽ അടുത്തു തന്നെ അവർക്ക് വരും. ഫ എന്ന് പറഞ്ഞത് എന്നാൽ, സ ഉടനെ, അടുത്തു തന്നെ, ഇഅ്തി വരും, ഹും അവർക്ക്, ഫസയഅ്തീഹിം അടുത്തു തന്നെ അവർക്ക് വരും, അംബാഉ വിവരങ്ങൾ, മാ ഒന്നിന്റെ, കാനു അവരായിരുന്നു, ബിഹി അതിനെ, യസ്തഹ്സിഊൻ പരിഹസിക്കുന്നവർ, മാ കാനു ബിഹി യസ്തഹ്സിഊൻ അവർ പരിഹസിക്കുകയായിരുന്നതിന്റെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അദ്ദേഹത്തിന്റെ അഭിസംബോധിതർ സത്യം അംഗീകരിക്കാൻ കൂട്ടാക്കാത്തതിന്റെ പേരിലുള്ള വിഷമം സൂചിപ്പിച്ചല്ലോ കഴിഞ്ഞ ആയത്തിൽ. അത് വേണ്ടതില്ല എന്നും പറഞ്ഞു. അതിന്റെ വിശദീകരണമാണ്. അഥവാ അങ്ങനെ താങ്കൾ വിഷമിക്കാൻ കാരണമാകുന്ന തരത്തിൽ അവരുടെ നിഷേധം അള്ളാഹുവിന് അംഗീകരിക്കാൻ കഴിയാത്തതാണെങ്കിൽ, അല്ലെങ്കിൽ വിഷമിക്കാൻ തക്ക ഒരു കാര്യമാണെങ്കിൽ, അങ്ങനെ അഥവാ അതങ്ങനെ സംഭവിക്കരുത്, അവരെന്തായാലും വിശ്വസിക്കണം എന്നാണ് അള്ളാഹുവിന്റെ നിലപാടെങ്കിൽ, അതിന് അള്ളാഹു തആലാക്ക് വേറെയും വഴിയുണ്ട്, അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നെങ്കിൽ എന്നർത്ഥം. അഥവാ അതാണ് ഇന്നശഅ നുനസ്സിൽ അലൈഹിം മിനസ്സമായി ആയ, ഒരായത്ത് ആകാശത്ത് നിന്ന് ഇങ്ങോട്ട് ഇറക്കും, ഫളല്ലത്ത് അഅ്നാഖുഹും ലഹാ ഖാദിഈൻ അവരുടെ പിരടികൾ അതിനോട് കീഴ്പ്പെട്ടവർ ആയിത്തീരുകയും ചെയ്യും. അഥവാ നിർബന്ധമായിട്ട് അവർ വിശ്വാസികളായിട്ട് മാറുന്ന തരത്തിൽ നിർബന്ധിച്ച് അവരെ അങ്ങോട്ട് വിശ്വാസികളാക്കാൻ പറ്റുന്ന, വിധേയരാക്കാൻ പറ്റുന്ന തരത്തിൽ ഒരായത്ത് വേണമെങ്കിൽ അല്ലാഹു തആലാക്ക് ഇറക്കാവുന്നതേ ഉള്ളൂ. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറഞ്ഞയച്ച് ആളുകളെ ചിന്തിപ്പിച്ച്, ആളുകളെ അള്ളാഹ്ക്ക് കീഴ്പ്പെടാൻ പ്രേരിപ്പിച്ച്, അതിന്റെ ഗുണവും അല്ലാതിരുന്നാലുള്ള കുഴപ്പവുമൊക്കെ ഇങ്ങനെ ബോധിപ്പിച്ച് പിന്നാലെ നടക്കേണ്ട കാര്യമൊന്നുമില്ല. അവരെല്ലാവരും വിശ്വാസികളായേ പറ്റൂ എന്നാണെങ്കിൽ അള്ളാഹ്ക്ക് അതിന് വേറെ വഴിയുണ്ട് എന്നർത്ഥം. ഖുർആനിൽ തന്നെ നമുക്ക് കാണാം, ബനീസ്രായേല്യര് ബനീസ്രായേല്യരുടെ നേതാക്കള് അള്ളാഹു ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ വിസമ്മതിച്ചപ്പോൾ അവരെ അത് സമ്മതിപ്പിക്കുവാൻ വേണ്ടി അള്ളാഹു തആല സീനായി പർവ്വതത്തിന്റെ ഒരു ഭാഗം
ഉയർത്തി കാണിച്ചത് ഖുർആൻ പറയുന്നുണ്ടല്ലോ. വറഫഅനാ ഫൗഖകുമു തൂറ ഖുദൂ മാ ആതൈനാകും ബിഖുവ്വ. നാം നൽകിയത് ബലം മുറുകെ പിടിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് പർവ്വതം ഉയർത്തി കാണിച്ചത് ഓർത്തു നോക്കൂ എന്നൊക്കെ പറയുന്നുണ്ട്. സൂറത്തുൽ ബഖറയിലുണ്ട്, മറ്റു പലയിടത്തും ഉണ്ട്, സൂറത്തുൽ നിസായിലും വന്നിട്ടുണ്ട്. ഇങ്ങനെ പേടിപ്പിച്ച് അനുസരിപ്പിക്കാനാണെങ്കിൽ അള്ളാഹു താലാക്ക് അത് കഴിയാഞ്ഞിട്ടല്ല. പക്ഷേ അള്ളാഹുവിൻ്റെ നിലപാട് ആളുകൾ വമൻ ഷാ ഫല്യുമിൻ വമൻ ഷാ ഫല്യക്ഫുർ, ഇഷ്ടമുള്ളവൻ വിശ്വസിക്കട്ടെ, ഇഷ്ടമുള്ളവൻ നിഷേധിച്ചു കൊള്ളട്ടെ എന്നാണ്. സൂറത്ത് യൂനുസിൽ വലൗ ഷാ റബ്ബുക ലആമന മൻ ഫിൽ അർളി കുല്ലുഹും ജമീഅ, അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ഭൂമിയിലുള്ളവർ മുഴുവൻ വിശ്വാസികളായിട്ട് മാറുമായിരുന്നു. അങ്ങനെ നിർബന്ധിച്ച് അവരെ വിശ്വസിപ്പിക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചത് കൊണ്ടാണ് ഇങ്ങനെ പ്രബോധനവും പ്രബോധകരും പ്രവാചകന്മാരുമൊക്കെ എന്ന് സൂചന. വമാ യഅ്തീഹിം മിൻ ദിക്രിൻ മിനർ റഹ്മാനി മുഹദസിൻ ഇല്ലാ കാനൂ അൻഹു മുഅ്രിദീൻ. ഇപ്പോഴത്തെ അവസ്ഥ എന്താ? അള്ളാഹുവിൻ്റെ അടുത്ത് നിന്ന് അവർക്ക് വരുന്ന ഏത് ഉത്ബോധനം വന്നാൽ, പുതുതായിട്ട് ഏതൊരു ഉത്ബോധനം വന്നാലും അതൊക്കെ അവരവഗണിക്കുകയായിരുന്നു. എന്താ സംഭവം? അർ-റഹ്മാനിൽ നിന്ന് എന്ന് പറഞ്ഞത് പ്രത്യേകം ശ്രദ്ധേയമാണ്. റഹ്മത്തുല്ലിൽ ആലമീനാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗവും അതുപോലെ സത്യം മനസ്സിലാക്കുവാൻ വേണ്ടിയുള്ള എല്ലാ സന്ദേശങ്ങളും ഒക്കെ അള്ളാഹു അവൻ്റെ കാരുണ്യം കൊണ്ട് ചെയ്യുന്നതാണ്. അതാണ് മിൻ ദിക്രിൻ മിനർ റഹ്മാനി എന്ന് പറഞ്ഞത്. മിൻ ദിക്രിൻ മിനല്ലാഹി മിൻ ദിക്രിൻ മിൻ റബ്ബിഹിം എന്നൊക്കെ പറയുന്നതിന് പകരം മിൻ ദിക്രിൻ മിനർ റഹ്മാനി, കാരുണ്യം കൊണ്ട് നിഷേധികളായ ആ മനുഷ്യരോടും അല്ലാഹു തആല കാരുണ്യം കാണിക്കുന്നത് കൊണ്ടാണ് അവർക്ക് ഉത്ബോധനങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഏതൊരു ഉത്ബോധനം വരുമ്പോഴും അവർക്ക് മാ സാദഹും ഇല്ലാ നുഫൂറ എന്ന് പറഞ്ഞതുണ്ട്. അതുപോലെ ഇവിടെ ഇല്ലാ കാനു അൻഹു മുഅ്രിദീൻ, എല്ലാം അവർ അവഗണിക്കുകയാണ്. മനസ്സിലാക്കാനുള്ള അവസരങ്ങൾ ഒരുപാട് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്, പക്ഷേ ഒക്കെ അവഗണിക്കുകയാണ് ഇപ്പോൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാലോ ഫഖദ് കസ്സബു, ഇപ്പോൾ അവർ കളവാക്കിയിരിക്കുന്നു. പക്ഷേ അതിൻ്റെ വരുംവരായികൾ പിന്നീട് അവരറിയാൻ പോകുന്നുണ്ട്. ഫസയഅ്തീഹിം, പിന്നീട് അവർക്ക് വരും അംബാഉ മാ കാനൂ ബിഹി യസ്തഹ്സിഊൻ, അവർ പരിഹസിക്കുകയായിരുന്നതിൻ്റെ വിവരങ്ങൾ എന്നാണ്. അഥവാ ഇങ്ങനെ നിഷേധം കാണിക്കുകയും വിശ്വസിക്കുവാനുള്ള എല്ലാ ഉത്ബോധനങ്ങളെയും ഉത്ബോധകരെയും പരിഹസിക്കുകയും ഒക്കെ ചെയ്തതിൻ്റെ അനന്തരഫലം എന്താണ്, എന്നിട്ടെന്തുണ്ടായി എന്ന് അടുത്ത് തന്നെ അവരറിയുന്നുണ്ട്. അഥവാ സത്യം വിജയിക്കുകയും അസത്യം പരാജയപ്പെടുകയും ഈ മനുഷ്യർ സത്യത്തെ പരാജയപ്പെടുത്തുവാൻ വേണ്ടി അധ്വാനിച്ചതൊക്കെയും നിഷ്ഫലമാകുകയും എന്നല്ല, പരലോകത്ത് അതിൻ്റെ ശിക്ഷ അവർ അനുഭവിക്കേണ്ടി വരികയും ചെയ്യും. അക്കാര്യങ്ങളൊക്കെ പിന്നീട് അവർ അറിയാൻ പോകുന്നുണ്ട് എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അവരുടെ പ്രവർത്തനങ്ങൾ എത്രത്തോളം വിഡ്ഢിത്തം നിറഞ്ഞതായിരുന്നു. അവരെ രക്ഷിക്കാൻ ചെന്ന റസൂലുള്ളമാരെ, അവർക്ക് വേണ്ടി ഇറക്കിയ കിതാബിനെ, അതിനെയൊക്കെ പുച്ഛിച്ച് തള്ളിയിട്ട് എന്തോ വലിയ സാമർത്ഥ്യം കാണിക്കുന്നത് പോലെയായിരുന്നല്ലോ എതിരാളികളുടെയൊക്കെ മനസ്സ്. പക്ഷേ ഇപ്പോൾ നമുക്കറിയാം ചരിത്രത്തിൽ അത്തരം ആളുകൾക്ക് എന്താണ് സംഭവിച്ചത് എന്ന്. അത്തരം പല സമൂഹങ്ങളുടെയും ചരിത്രം ഈ സൂറത്തിൽ അല്ലാഹു തആല പറയുന്നുണ്ട്. അതിൻ്റെ ശേഷമുണ്ടായ, അതൊക്കെ കേട്ടിട്ടും, ആ മുൻഗാമികളുടെ സംഭവങ്ങളൊക്കെ കേട്ടിട്ടും സത്യം അംഗീകരിക്കാൻ കഴിയാതെ അല്ലെങ്കിൽ അതിന് തയ്യാറാവാതിരുന്ന അബൂജാഹിലാദികളുടെ പണിയുടെ പര്യവസാനം എന്തായി തീർന്നു എന്ന് പിൽക്കാല ചരിത്രം പഠിക്കുന്ന നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അബൂജഹലും ഉൾപ്പെടെയുള്ള ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എതിർക്കുമ്പോൾ എന്തൊരു വാശിയായിരുന്നു അവർക്ക്. അതുപോലെ തന്നെ വിജയത്തിൽ എന്തൊരു പ്രതീക്ഷയായിരുന്നു.
റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും സഹാബത്തിനെയും എത്ര പുച്ഛത്തോടെയും പരിഹാസത്തോടെയുമാണ് അവർ കണ്ടിരുന്നത്. എന്നിട്ട് എന്താണ് ഉണ്ടായത്? അതവർക്ക് മാത്രമല്ല, അവർക്കത് മനസ്സിലായിട്ടുണ്ടാകും. ഇപ്പോൾ പിൽക്കാല സമൂഹവും അത് കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടും ഇരിക്കുകയാണല്ലോ അവരുടെ ചരിത്രം. അത് തന്നെയാണ് ഇപ്പൊ അവർ കളവാക്കിയിരിക്കുന്നു. പിറകെ വരും അവർ ചെയ്തു കൂട്ടുന്നതിനെ കുറിച്ചുള്ള വിശേഷങ്ങളും വിവരങ്ങളുമൊക്കെ എന്ന് സൂചന. അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിന്റെ ആയത്തുകളെ അവഗണിക്കുന്ന നിർഭാഗ്യത്തിൽ നിന്ന് നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഅനാ ബിമാ അല്ലംതനാ റബ്ബനാ സിദ്നാ ഇൽമൻ വഫഹ്മൻ വദിഖ്ഖത്തൻ വനദറ. അല്ലാഹുമ്മ ഇജ്അലിൽ ഖുർആന റബീഅ ഖുലൂബിനാ വനൂറ സുദൂരിനാ വജലാഅ ഹുസ്നിനാ വദഹാബ ഹമ്മിനാ വഗമ്മിനാ. റബ്ബനാ ആതിനാ മാ വഅദ്തനാ അലാ റസുലിക വലാ തഖ്സിനാ യൗമൽ ഖിയാമ ഇന്നക ലാ തുഖ്ലിഫുൽ മിആദ്. റബ്ബനാ തഖബ്ബൽ മിന്നാ إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. وصلى الله على محمد وعلى آله وصحبه وسلم والحمد لله رب العالمين.